ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിൽ 7-ാം ദിവസത്തിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 24-ാം വാക്യം. അതിൽ യഹൂദായും അതിന്റെ സകല നഗരവാസികളും കൃഷിക്കാരും ആട്ടിൻകൂട്ടങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നവരും ഒരുപോലെ പാർക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം വിശേഷാൽ ദൈവത്തിലേക്കുള്ള ദൈവജനത്തിന്റെ മടങ്ങി വരവാണ് പ്രതിപാദിക്കുന്നത്. 24-ാം വാക്യവും ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന്റെ മക്കൾ മടങ്ങി വന്ന് ഒരുമിച്ച് ഒരു മനസ്സോടെ പാർക്കുന്ന അനുഭവത്തെ പ്രതിപാദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചിന്ത, ഒരുമിച്ച് സമാധാനത്തോടെ പാർക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന് വ്യക്തമാക്കുന്നു. പ്രവാസത്തിൽ ചിതറിപ്പോയ ആട്ടിടയരും നഗരവാസികളായിരുന്നവരും കൃഷിക്കാരും ഒരുമിച്ച് മടങ്ങി വന്ന് ഒരുപോലെ പാർക്കും എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുമിച്ച് പാർക്കുന്ന അനുഭവത്തെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഇനി ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് കൂട്ടായ്മയുടെ അനുഭവത്തിലാണ്. പ്രിയമുള്ളവരെ, ഏദനിൽ നഷ്ടപ്പെട്ട ആ കൂട്ടായ്മയുടെ സന്തോഷത്തിലേക്ക്, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് ദൈവം മടങ്ങി വരുവാനായിട്ട് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു, നമ്മെ വിളിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. അതിന് എന്താണോ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത്, അവയെ ബ്രേക്ക് ചെയ്യുവാൻ, അതിനോട് നോ പറയുവാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത, ഭയമില്ലാത്ത ഒരു ജീവിത അവസ്ഥയെ ഈ ഒരു വചനം നമുക്ക് ഉറപ്പു തരുന്നു. ഭയമില്ലാത്ത ഒരു ജീവിതാവസ്ഥ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അതിന്റെ സകല നഗരവാസികളും കൃഷിക്കാരും ആട്ടിൻകൂട്ടങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നവരും ഒരുപോലെ പാർക്കും. പ്രത്യേകിച്ച് ആട്ടിൻകൂട്ടങ്ങളുമായി സഞ്ചരിക്കുന്നവർക്ക് ഒത്തിരി ഭയങ്ങളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ശത്രുവിൽ നിന്നുള്ള ഭയം, ദുഷ്ടമൃഗങ്ങളിൽ നിന്നുള്ള ഭയം, ഇങ്ങനെ പല വിധത്തിലുള്ള ഭയം അവരെ നിരന്തരം വേട്ടയാടുന്നു. എന്നാൽ അവർ ഭയം കൂടാതെ ഒരുമിച്ച് വസിക്കുന്ന ഒരു ജീവിത അവസ്ഥ, അത് ഭയമില്ലാത്ത ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന ആ ഒരു നന്മയുടെ നാളെയെ അത് വ്യക്തമായി നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശത്രുവിന്റെ ഭീഷണികൾ അവസാനിച്ച്, ദുഷ്ടന്റെ പ്രതിരോധങ്ങൾ അവസാനിച്ച്, സമാധാനത്തിന്റെ പട്ടണങ്ങളിൽ പാർക്കുന്ന ആ സന്തോഷത്തിന്റെ നല്ല നാള ദൈവം ഉറപ്പു തരുന്നുണ്ട്. ശത്രുവാകുന്ന പൈശാചികന്റെ തല തകർത്ത ക്രിസ്തുവേശുവിലൂടെ, സമാധാന പ്രഭുവായ ക്രിസ്തുവേശുവിലൂടെയുള്ള ആ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഈ നോമ്പിൻ ദിനങ്ങൾ നമുക്ക് ഉറപ്പു തരുന്നു. 3, ഈ ഒരു വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് ദൈവം ഒരുക്കുന്ന ഒരു സുരക്ഷിതത്വം അനുഭവിപ്പാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുപോലെ പാർക്കും. ആട്ടിൻകൂട്ടവുമായി സഞ്ചരിക്കുന്നവർക്ക് അപകടങ്ങൾ പതിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ ആ ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ മറ്റ് യാതൊരു വിധമാകുന്ന ഭയങ്ങളെയും അവരെ അലട്ടാത്ത വിധം സുരക്ഷിതത്വം പൊതിയുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ആ ഭയമില്ലാത്ത ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നും നാം പലതിനെയും ചൊല്ലി ഭയപ്പെടുന്നുണ്ട്. പലയിടങ്ങളിൽ നാം ഒറ്റയ്ക്കാണ്. ഒരുമ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുമിച്ച് നിൽക്കുവാൻ സാധിക്കാതിരിക്കുന്നു. ദൈവം നമ്മെ ഒരുമയിൽ നിലനിർത്തുമെന്നും ഭയമില്ലാതെ ജീവിക്കുവാൻ, പിശാചിനെ ഭയപ്പെടാതെ ജീവിപ്പാൻ സുരക്ഷിതത്വം ദൈവം ഒരുക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള സുരക്ഷിതത്വം ദൈവം നൽകുമെന്നുള്ള ഉറപ്പും ഈ വചനധ്യാനത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അത് മുറുകെ പിടിക്കാം. കർത്താവിന് അത്തരം ഒരു കൃപ ദൈവം നമ്മിൽ നൽകുന്നതിന് നന്ദി പറയാം. തുറന്നും പ്രാർത്ഥനാപൂർവം ഈ നോമ്പിന്റെ നാളുകൾ നമുക്ക് നയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾ തനിച്ചല്ല, ദൈവമായ കർത്താവ് അങ്ങ് കൂടെ ഉണ്ട് എന്നും, അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടേണ്ട എന്നും, യേശുവിന്റെ പുണ്യാക രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സുരക്ഷിത കവചം ഞങ്ങളോടൊപ്പമുണ്ട് എന്നും അങ്ങ് ഞങ്ങളെ ഈ വചനത്തിലൂടെ പഠിപ്പിച്ചതിനായി നന്ദി. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് ഞങ്ങളെ നടത്തുന്നുണ്ടല്ലോ. ആ കൃപ നിരന്തരം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.